ബംഗ്ലാദേശ് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഓർമ്മപ്പെടുത്തുന്നത് കേരളത്തെയാണ്. എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ്, ഏതാണ്ട് 1.5 പതിറ്റാണ്ട് മുൻപ് കേരളത്തിൽ നടന്ന ഒരു കൈവെട്ടിൻ്റെ ഓർമ്മപ്പെടുത്തൽ. ബംഗ്ലാദേശിൽ ഒരു യുവാവിനെ തല്ലിക്കൊന്നു. തല്ലി അവശനാക്കിയിട്ട് എടുത്ത് കെട്ടിത്തൂക്കി പച്ചയ്ക്ക് കത്തിച്ചു. ഇത് ശരിക്കും നടന്നതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ കേരളത്തിൽ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്, അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചയ്ക്ക് കത്തിക്കുമെന്ന്. അത് ബംഗ്ലാദേശിൽ നടപ്പിലാക്കി. ഇതിനകത്ത് എന്താണ് ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്ലാമിക മതനിന്ദ എന്ന് പറയുന്ന ആ കുറ്റം ആരോപിച്ചാണ് അവിടെ തല്ലിക്കൊന്നത്. ഇവിടെ കേരളത്തിൽ ഒരു അധ്യാപകൻ്റെ കൈവെട്ടിയത് കഥ നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. ആ അധ്യാപകൻ്റെ കൈവെട്ടിയത് ഏതാണ്ട് 10-15 വർഷത്തിന് മുമ്പാണ്. അന്ന് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് വളരെ കുറച്ചു പേരെ വന്നുള്ളൂ. എന്താണ് അധ്യാപകൻ ചെയ്ത തെറ്റ്? ജോസഫ് മാഷ് ചെയ്തത് ഒരു ചോദ്യം തയ്യാറാക്കിയതിൽ ഒരു പേര് മുഹമ്മദ് എന്ന് കൊടുത്തു എന്നുള്ളതാണ്. മുഹമ്മദ് എന്ന പേര് കൊടുക്കാൻ പാടില്ല, മുഹമ്മദ് ദൈവത്തിൻ്റെ പേരാണ്, അല്ലെങ്കിൽ പ്രവാചകൻ്റെ പേരാണ്, അത് കൊടുക്കാൻ പാടില്ല. അതാണ് മതനിന്ദയായിട്ട് കണ്ട് അധ്യാപകൻ്റെ കൈവെട്ടിയത്. നിരപരാധിയായ ഒരു മനുഷ്യനെ കൈ പിടിച്ച് വെച്ച് വെട്ടി, മതവിചാരണ നടത്തി കൈവെട്ടി. അന്ന് ആ സംഭവത്തിന് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഭീകരത വെളിവാക്കുന്നതെന്ന് പറഞ്ഞാൽ, അതിനെ അപലപിക്കാൻ തയ്യാറായവർ വളരെ കുറവാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ നിന്നുള്ള നേതാക്കൾ പോലും അപലപിക്കാനായിട്ട് മുന്നോട്ടേക്ക് എത്തിയില്ല. അന്ന് വലിയ ഭയപ്പാടോടുകൂടിയാണ് പലരും ഇരുന്നത്. ചിലർക്ക് ചില പ്രകടിപ്പിക്കലിൻ്റെ നയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മുനമ്പത്തെ വിഷയങ്ങളൊക്കെ വന്നു. വഖഫിൻ്റെ അധികാരം എന്താണെന്നും അതിൻ്റെ തനിക്കുണം എന്താണെന്നും ഒക്കെ അറിഞ്ഞപ്പോൾ അതോടുകൂടി ഇത്തിരിയൊന്ന് ചിലർക്കെങ്കിലും ബോധം വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ആ കാറ്റഗറിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിനെ എങ്ങനെയാണ് മത നേതാക്കൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്ലാമിക സംഘടനാ നേതാക്കളൊക്കെ സ്വീകരിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരും അതിനെ അപലപിച്ചിട്ട് അല്ലെങ്കിൽ ശക്തമായിട്ട് അത് ചെയ്തത് വലിയ തെറ്റാണ് എന്ന് പറഞ്ഞില്ല. വലിയ തെറ്റാണെന്ന് പറയുകയും ഇത് സമൂഹത്തിൽ നിന്ന് ഇത്തരം പ്രവണതകൾ നീക്കം ചെയ്യേണ്ടതാണെന്നും പറഞ്ഞിട്ടില്ല. അവരെല്ലാവരും ഒരു ഉരുണ്ട് കളിക്കുകയായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിലിരുന്നിട്ട് ഫസൽ ഗഫൂർ ചെയ്തത് അത് തന്നെയാണ്. ഫസൽ ഗഫൂർ എന്താണ് കാണിച്ചതെന്ന് അറിയാം. ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് ഏതാണ്ട് ഇതിനോടൊക്കെ ഇതൊക്കെ ഇങ്ങനെ അങ്ങ് നടക്കട്ടെ, വലിയ കുഴപ്പമൊന്നുമില്ല, ജിഹാദൊക്കെ വേണം എന്നുള്ള ഒരു തരത്തിലാണ്. അവർക്ക് അങ്ങനെ ഒരു നയമുണ്ട് എന്നുള്ളതാണ് അവരുടെയൊക്കെ ഒരു നിലപാട് എന്ന് പറയുന്നത്. ആ നിലപാട് എങ്ങനെയാണ് നടപ്പിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരം കാര്യങ്ങളെ എതിർക്കില്ല, തീവ്രവാദത്തെ എതിർക്കില്ല, തീവ്രവാദം ഇല്ലായ്മ ചെയ്യപ്പെടണം, അത് പൂർണ്ണമായി അവസാനിപ്പിക്കണം എന്നുള്ള നിലപാടോ ഇല്ലെങ്കിൽ മത അക്രമം എടുക്കണമെന്നോ പറയില്ല. ബംഗ്ലാദേശിലെ ഈ നിരവധി വീഡിയോകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വീഡിയോകളാണ് ഈ പറയുന്ന യുവാവിനെ പച്ചയ്ക്ക് കത്തിച്ച് കൊല്ലുന്ന വീഡിയോ. അതോടൊപ്പം തന്നെ മറ്റൊരു വീഡിയോ കൂടെ വരുന്നുണ്ട്. ഒരു പെൺകുട്ടി റിക്ഷയിൽ പോവുകയാണ്. അവൾ സാധാരണ നമ്മുടെ ഇവിടെയൊക്കെ മോഡേൺ ഡ്രസ്സാണ് ധരിക്കുന്നത്. ആ മോഡേൺ ഡ്രസ്സ് ധരിച്ചുകൊണ്ടാണ് റിക്ഷയിൽ പോകുന്നത്. ഇവിടെ ഒരു ആൾക്കൂട്ടം ആക്രമിക്കുകയാണ്. വലിയ തോതിൽ വന്നിട്ട് പുരുഷന്മാരുടെ, മുസ്ലിം യുവാക്കളുടെ ഒരു കൂട്ടം വന്ന് ആക്രമിക്കുകയാണ്. ഹിന്ദു വനിതകളോട് ഭീഷണിപ്പെടുത്തുന്നു, നിങ്ങളിവിടെ ഹിജാബ് ധരിച്ചേ നടക്കാവൂ, ഇത് മുസ്ലിം രാജ്യമാണ്, ഹിജാബ് ധരിക്കാതെ പുറത്തിറങ്ങരുത്, പർദ്ദ ധരിക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അത്തരം ഭീഷണികളാണ് ബംഗ്ലാദേശിൽ എവിടെയും കാണാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം, ബംഗ്ലാദേശിലെ മറ്റൊരു വീഡിയോ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. ആ വീഡിയോ എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ വീടുകൾക്ക് നേരെയുള്ള ആക്രമണമാണ്. വീടുകൾ അടിച്ച് തകർക്കുകയാണ്. ആൾക്കാർ നിലവിളിച്ചുകൊണ്ട് വീടിനകത്തേക്ക് കതകുകളൊക്കെ അടച്ച് കയറിയിരിക്കുകയാണ്. അങ്ങനെ വലിയ കനത്ത ആക്രമണ സംഘർഷം, മതത്തിൻ്റെ വലിയ വർഗീയ കലാപങ്ങൾ ബംഗ്ലാദേശിലാകെ നടന്നുകൊണ്ടിരിക്കുന്നു. ഹിന്ദുക്കളെ മുഴുവനായിട്ട് ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതി വരെ അവരവിടെ നടപ്പിലാക്കുന്നു. ഞങ്ങൾക്ക് വാളുകൾ തരൂ, ഞങ്ങൾക്ക് വെട്ടിക്കൊല്ലാനായിട്ട് വാളുകൾ തരൂ എന്നാണ് അവർ പറയുന്നത്. ഇതിനോടൊപ്പം കേരളത്തിലെ ഈ സാഹചര്യങ്ങളെയും കൂടി നമ്മൾ വിലയിരുത്തി പോകേണ്ടതുണ്ട്. എങ്ങനെയാണ് കേരളം ഈ പറയുന്ന നിലപാട്, ഇതിൽ വലിയ നിലപാട് എടുക്കുന്നുണ്ട്. ഇവിടെ പേരുകൾ വായിച്ച് പൊട്ടിക്കരഞ്ഞവരുണ്ടല്ലോ, പലസ്തീൻ്റെ പേര് വായിച്ച് പൊട്ടിക്കരഞ്ഞവർ, അവരൊക്കെ എന്ത് നിലപാടാണ് എടുക്കുന്നത്? ഈ പറയുന്ന കുഞ്ഞുങ്ങളെ ഇവിടെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുവാണ് എന്നുള്ള ഒരൊറ്റ പേരിൽ ബംഗ്ലാദേശിൽ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മെഴുകുതിരി സായാഹ്നവുമില്ല. മെഴുകുതിരി കത്തിക്കുക, അനുശോചനം രേഖപ്പെടുത്തി ഈ കൊല്ലപ്പെട്ടവരുടെ പേര് വായിക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ബംഗ്ലാദേശിൽ കൊല്ലപ്പെടുന്ന ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കളുടെ പേര് വായിക്കില്ല. കാരണം അത് ഹിന്ദുവാണെന്നുള്ള ഒറ്റ കാരണം തന്നെ, വേറൊന്നുമല്ല, അവർ ഹിന്ദുക്കളാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഹിന്ദുക്കളെയാണ് നിരന്തരം ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്, ബംഗ്ലാദേശിൽ വലിയ കൊലപാതകം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളം ചിന്തിക്കേണ്ടതുണ്ട് കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. കാരണം നമ്മുടെ ഈ പറയുന്ന ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയത് കേരളത്തിലാണ്.
ISISലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടന്നത് കേരളത്തിൽ നിന്നാണ്. കേരളത്തിലുള്ളവരാണ് അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും പോയി ആട് മേയ്ക്കാനായിട്ട് പോയത്. അവരാണ് ഈ പറയുന്ന ഭീകരപ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കാശ്മീരിൽ പോയി സൈന്യവുമായി ഏറ്റുമുട്ടി മരിച്ചത് കേരളത്തിൽ നിന്നുള്ളവരാണ്. തീവ്രവാദ ഗ്രൂപ്പുകൾ നിരവധി ക്യാമ്പുകൾ നടത്തിയതും കേരളത്തിലാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഇവരൊരു നിലപാടെടുക്കുന്നുണ്ട്. പ്രത്യക്ഷമായ ഒരു ഓപ്പറേഷൻ നടത്തണ്ട എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിൻ്റെ തായ്വേര് കിടക്കുന്നത് കേരളത്തിലാണ്, ഈ പറയുന്ന ഭീകരവാദത്തിൻ്റെ എല്ലാം. അപ്പോൾ ഈ ഭീകരവാദത്തിൻ്റെ തായ്വേരുള്ളത് കൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്തിയാൽ അത് തകർക്കപ്പെടുമെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. വലിയ രീതിയിൽ ഭീകരവാദത്തിൻ്റെ സ്വഭാവം ഇവിടെ പുലർത്തുകയും അതിൻ്റെ രീതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവരിപ്പോൾ കുറച്ച് അടങ്ങിയിരിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് കേരളം ഈ പറയുന്ന എന്തെങ്കിലും ഒരു പരിപാടി ചെയ്തു കഴിഞ്ഞാൽ, ഒരു സ്ഫോടനമോ ഇല്ലെങ്കിൽ ആക്രമണമോ തീവ്രവാദ പ്രവർത്തനമോ നടത്തിയാൽ പിടിക്കപ്പെടുമെന്നുള്ളതാണ്. കാരണം നരേന്ദ്രമോദിയാണ് കേന്ദ്രം ഭരിക്കുന്നത്. പക്ഷേ കേരളം ഒരു മൈനിൻ്റെ പുറത്താണ് ഇല്ലെങ്കിൽ ഒരു ബോംബിന് പുറത്താണ് ഇരിക്കുന്നതെന്ന് പറയേണ്ടി വരും. കാരണം കേരളത്തിലാണ് മാറാട് സംഭവിച്ചത് 2 തവണയാണ്, ഒരു തവണയല്ല. പിന്നെ 1921 മലബാറിലുണ്ടായിട്ടുള്ള മാപ്പിള ലഹള, ആ കലാപത്തിൽ കൊല്ലപ്പെട്ടത് എത്ര ഹിന്ദുക്കളാണ്? അങ്ങനെയാണ് ഈ മലബാറിൻ്റെ ചരിത്രം എന്താണ് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അവിടെ ഉണ്ടായ കൂട്ടക്കൊലകളുടെ ചങ്കുവെട്ടി എന്ന് പറയുന്ന സ്ഥലപ്പേര് വന്നത് അങ്ങനെയാണ്. കൊന്ന ആൾക്കാരെ കിണറ്റിൽ തള്ളിയ സ്ഥലങ്ങൾ ഇന്നും മലപ്പുറത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കുഴിച്ചാൽ അവിടെ ഈ പറയുന്ന 1921 കൊല്ലപ്പെട്ടവരുടെ അസ്ഥികൂടങ്ങൾ കിട്ടിയേക്കും. അത് അവിടെ കലാപത്തിൽ കൊല്ലപ്പെട്ടവരാണ്. ആയിരക്കണക്കിന് പേരെ കൊന്നിട്ടുണ്ടായിരിക്കണം. എത്ര പേരെയാണ് മതം മാറ്റിയത്? നിർബന്ധിത മതപരിവർത്തനമായിരുന്നു. നിർബന്ധിതമായിട്ട് അവിടെ കൊടിയ പീഡനങ്ങൾ, ബലാത്സംഗങ്ങൾ, ഇതെല്ലാമാണ് ഈ കലാപത്തിൻ്റെ ഭാഗമായിട്ട് നടന്നത്. അതിനെല്ലാം വെള്ള പൂശുന്ന ആൾക്കാരും ഇവിടെ ഉണ്ട് എന്നുള്ളത് ഓർക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയ വർഗീയതയുടെ കേന്ദ്രമാണ് കേരളം എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയവുമില്ല. ഇതെല്ലാം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ദിവസം NIA ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് പാകിസ്ഥാനുമായിട്ട് ഒരു യുദ്ധം ഉണ്ടായാൽ ദക്ഷിണേന്ത്യയെ മറ്റൊരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാനായിട്ട് പോപ്പുലർ ഫ്രണ്ട് പദ്ധതി തയ്യാറാക്കിയിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ബുദ്ധി കേന്ദ്രവും കേരളത്തിൽ നിന്നുള്ളവരാണ്. അപ്പോൾ കേരളത്തിലുള്ള ഈ ഭീകരരുടെ മനസ്ഥിതി ഇതാണ്. ഇവർ ഭീകരന്മാരെല്ലാം ഇവിടെ ഒളിച്ചിരിക്കുന്ന സ്ഥലവും കേരളമാണ്. ഇത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ ഈ മനുഷ്യർ എന്താണ് ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന പരിപാടി തന്നെയാണ് ഇവിടെ വൈകാതെ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനെതിരെ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ, എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയാണ് പറയുന്നില്ല, പക്ഷേ ഒരു 10% അതിനകത്ത് ഉണ്ട് എന്നുള്ളത്, ഈ ഭീകര സ്വഭാവമുള്ള ആൾക്കാരുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണ്, ഈ പറയുന്ന മലയാളികളാണ്. കേരളത്തിൽ ഇത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് സംഭവിക്കാൻ വിദൂരമല്ലാതെ ഇത് സംഭവിക്കും. കാരണം ഇത്രയും കാര്യങ്ങൾ, ഈ കൈവെട്ട് മുതൽ ISIS മുതൽ ഈ പറയുന്ന കശ്മീരിലെ തീവ്രവാദികളായിട്ട് റിക്രൂട്ട് ചെയ്യപ്പെട്ടു പോയവർ മുതൽ ഇങ്ങനെ ഭീകരതയുടെ എണ്ണിയാലൊടുങ്ങാത്ത, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല കേരളത്തിൽ, എണ്ണിയാലൊടുങ്ങാത്ത സംഭവങ്ങൾ, ഭീകരത തഴച്ചു വളരുന്ന സ്ഥലമാണ് കേരളം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ വലിയ ദുരന്തത്തിലേക്ക്, ബംഗ്ലാദേശിൽ എന്ത് സംഭവിച്ചോ ആ സംഭവിക്കും. ഒരു ചിത്രം കാണിക്കാം. ചിത്രത്തിലൂടെ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകും. ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാനുള്ള പദ്ധതി, ഹിറ്റ് സ്ക്വാഡുകളുടെ ആയുധ പരിശീലനങ്ങൾ, ഇന്ത്യ 2047 ഇസ്ലാമിക ഭരണത്തിലേക്ക് കൊണ്ടുപോവുക, ഫണ്ടിങ്, ബൈത്തുൽ മാൽ ഹവാല വഴിയുള്ള ഫണ്ടിങ് 330 കോടി രൂപയാണ് കേരളത്തിലെത്തിയത് എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ വലിയ തോതിലുള്ള പണം ഒഴുക്കി, ആ പണം ഉപയോഗിച്ചുകൊണ്ട് തീവ്രവാദം വളർത്തി, അതിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ ശേഖരിച്ച്, ഇത്തരത്തിൽ ഇതിൻ്റെ അകത്ത്, രാജ്യത്തിനകത്ത് ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പദ്ധതി തയ്യാറാക്കിയിരുന്നു. അതാണ് PFI, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ തന്ത്രം അതായിരുന്നു എന്ന് NIA പറയുകയാണ്. ഈ ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പോൾ ഇങ്ങനെയാണ് ദേശസുരക്ഷയ്ക്കായി ജാഗ്രത പാലിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. ബംഗ്ലാദേശ് 2047 ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കണമെന്നാണ് പറയുന്നത്. ബംഗ്ലാദേശ് എന്താണ് പറയുന്നത്? ബംഗ്ലാദേശിലെ തീവ്രവാദി ഷരീഫ് ഒസ്മാൻ ഹാദി എന്താണ് പറഞ്ഞത്? അവിടുത്തെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ എല്ലാം പിടിച്ചെടുത്ത് അവർ ഗ്രേറ്റർ ബംഗ്ലാദേശ് ഉണ്ടാക്കും, എന്നിട്ട് ഇന്ത്യയെ കുറേ മുറിച്ചെടുക്കും, പകുതി അവരും എടുക്കും, പകുതി പാകിസ്ഥാനും കൊടുക്കുമെന്നാണ് പറഞ്ഞത്, ഈ ഹാദി പറഞ്ഞത്. അവരാണ് വെടിയുണ്ട കയറി ചത്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭീകരവാദികളായിട്ടുള്ള ആൾക്കാരുടെ ആഹ്വാനം, അതേ ആഹ്വാനം തന്നെയാണ് ഇവിടെ
ദക്ഷിണേന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാനായിട്ട് പോപ്പുലർ ഫ്രണ്ട് പദ്ധതിയിടുന്നത് എന്നുള്ളതാണ്. ആ പദ്ധതിയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. NIA അതിനെ പറ്റിയിട്ട് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. NIAയുടെ വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യക്കെതിരായിട്ട് പോപ്പുലർ ഫ്രണ്ട് ഒരു ഇസ്ലാമിക രാജ്യം ദക്ഷിണേന്ത്യയിൽ രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു. ഹിറ്റ് സ്ക്വാഡുകളും ആയുധ പരിശീലനങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലും പലയിടത്തും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലുള്ള സംഘങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്നത്. പോപ്പുലർ ഫ്രണ്ടുകാർ പല രീതിയിലാണല്ലോ അവരിപ്പോഴും ഉണ്ട്. പോപ്പുലർ ഫ്രണ്ട് എന്ന പേര് ഉപയോഗിക്കുന്നതിൽ അതിപ്പോൾ ഒരു പൊതുമധ്യത്തിലൊരു സംഘടനയായിട്ടില്ല എന്നേ ഉള്ളൂ. അവരെല്ലാവരും തന്നെ കേരളത്തിലുണ്ട്. ആ പോപ്പുലർ ഫ്രണ്ടുകാരാണ് അതിഭീകരമായ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അവരിവിടെ തന്നെ നിലനിൽപ്പുണ്ട്, നമ്മുടെ ഇടയിൽ തന്നെ അവരുണ്ട്. അപ്പോൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ വലിയ വിപത്തുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.